Hi friends, Namaste. I am Vinu from Dr. APJ Nursing Academy, Trivandrum, Kerala. ടെലഗ്രാം ചാനലിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ PSC 3 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തു. ഇനി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിലോട്ട് പോവുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് എക്സാമിൽ നമ്മൾ JSSK ഹോസ്പിറ്റൽ 2019 നടന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കഷൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ പോയിന്റ് മാത്രം ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പം നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which of the following vitamins are water soluble vitamin? Vitamin A and D, vitamin B and C, vitamin D and K, vitamin A and K. അല്ലെ, ഇവിടെ എല്ലാവർക്കും അറിയാം കറക്റ്റ് ആൻസർ വരുന്നത് വാട്ടർ സോലുബിൾ വൈറ്റമിൻ ബി ആൻഡ് സി ആണ് അല്ലെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ വൈറ്റമിൻസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, നമ്മുടെ നോർമൽ ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ ഒരിക്കലും സിന്തസൈസ് ചെയ്യത്തില്ല. അത് മെയിൻലി നമുക്ക് ഔട്ട്സൈഡ് സോഴ്സ് വഴിയാണ് കിട്ടുന്നത്, ഡയറ്ററി സോഴ്സോ അത് കഴിഞ്ഞാൽ സൺഷെയിനിലൂടെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പം വൈറ്റമിൻസിനെ മെയിൻലി രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്നും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ബി കോംപ്ലക്സ് ആണ് വാട്ടർ സോലുബിൾ, ADEക്ക് ഫാറ്റ് സോലുബിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, which of the following drug is not used in the management of hypersensitivity reaction? Antihistamine, epinephrine, corticosteroid, ക്ലോറോക്കിൻ അല്ലെ. അപ്പൊ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കോമൺലി കൊടുക്കുന്ന ഡ്രഗ്സ് ആന്റിഹിസ്റ്റമിൻ, എപ്പിനെഫ്രിൻ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആണ് അല്ലെ. അപ്പം ഓപ്ഷൻ ഡി. അപ്പം ആക്ട് ഫാസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് ഡിസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എയർവേ മാനേജ്മെന്റ് ആണ്. അതുപോലെ കോൾ ഫോർ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് ടി ഫോർ ട്രെൻഡൽബർഗ് പൊസിഷൻ ആൻഡ് ഫാസ്റ്റ് ലൈൻ ഡ്രഗ് അല്ലെ, EAK, and administer other medication. Stay and monitor the patient very closely and teach about the patients. അപ്പോൾ ആക്ട് ഫാസ്റ്റ് എന്നൊരു മിനോണിമിക്സ് ഇട്ട് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷന്റെ മാനേജ്മെന്റിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ വരാത്ത ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് അല്ലെ. ആൻസർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Neonatal resuscitation, the ratio compression of birth is 30:2, 33:1, 15:2, 1:3. അപ്പോൾ അറിയാം അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3:1 ആണ് വരുന്നത്. അപ്പം റേറ്റ് അല്ലെ 90 ചെസ്റ്റ് കംപ്രഷനും 30 വെന്റിലേഷനുമാണ് പെർ മിനിറ്റിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് നിയോനേറ്റൽ റെസിസ്റ്റേഷന്. അതായത് 3 ചെസ്റ്റ് കംപ്രഷൻ ഫോളോഡ് ബൈ 1 ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് നമ്മൾ 90:30, അതിനെ നമ്മൾ വീണ്ടും ഷോർട്ട് കൈ ചെയ്യുമ്പോൾ 3:1 എന്നുള്ള ആൻസർ കിട്ടും അല്ലെ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പൊ റേറ്റ് ചോദിച്ചാൽ 90 റേറ്റ്സ് പെർ മിനിറ്റും വെന്റിലേഷൻ റേറ്റ് ചോദിച്ചാൽ 30 വെന്റിലേഷൻ പെർ മിനിറ്റും ആണ് വരുന്നത്. ഓക്കെ. അപ്പം അഡൽട്ട് CPR ആകുമ്പോൾ അത് 100 to 120 ബീറ്റ്സ് ബ്രെത്ത്സ് അല്ലെ, 120 ചെസ്റ്റ് കംപ്രഷൻ റേറ്റ് വരും കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നു. വിച്ച് ഇൻട്രാവീനസ് heparin therapy is advised for a patient. The nurse ensure that the availability of dash in the nursing unit while administrating the therapy. അപ്പോൾ ഹെപ്പാരിൻ എടുക്കുമ്പോൾ അവിടെ എന്താണ് എമർജൻസി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വൈറ്റമിൻ കെ, അമിനോ കാർബോറിക് ആസിഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പ്രോട്രാമ്പിൻ സൾഫേറ്റ് അല്ലെ. ഹെപ്പാരിൻ എപ്പോഴും ഓപ്ഷൻ ഡി ആണ്, പ്രോട്രാമ്പിൻ സൾഫേറ്റ് ആണ് ഹെപ്പാരിന്റെ ആന്റിഡോട്ട്. വൈറ്റമിൻ കെ വാർഫാറിന്റെ ആണ്. അതുപോലെ അമിനോ കാർബോറിക് ആസിഡ് അല്ലെ സ്ട്രെപ്റ്റോകൈനേസിന്റെ ആണ്. പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെ KClന്റെ ആന്റിഡോട്ട് വരുന്നത് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത statement of expected relationship between two or more variable is known as problem statement, hypothesis, conceptual definition, research question. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഹൈപ്പോത്തിസിസ് ആണ്. an expected relationship between two or more variablesനെ നമ്മൾ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇഷ്യൂസിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തെ വളരെ സിമ്പിളും ലെജിബിൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നും, കൺസെപ്ച്വൽ ഡെഫിനിഷൻ ടെൽസ് വാട്ട് ദ കൺസെപ്റ്റ് മീൻസ്, എക്സാക്ട് മീനിങ് ഓഫ് ദ കൺസെപ്റ്റ് ആണ് നമ്മൾ കൺസെപ്ച്വൽ ഡെഫിനിഷനിൽ പോകുന്ന. ഇനി റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പം ടീസ് ആൻ ആൻസറബിൾ എൻക്വയറി ഇൻ ടു എ സ്പെസിഫിക് കൺസേൺ ഓർ ഇഷ്യൂ. നമ്മുടെ ഒരു പ്രോബ്ലം
ത്തിന്റെ ഒരു ഇഷ്യൂസിന്റെ ഒരു നിഗമനം അല്ലെ, നിഗമനം ഇസ് ആൻ ആൻസറബിൾ എൻക്വയറി ഇൻ എ സ്പെസിഫിക് കൺസേൺ ടു ഇഷ്യൂസ് ആണ് ഇതെന്ന് പറയുന്ന റിസർച്ച് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രോസസ് ബൈ വിച്ച് എ ഗ്രൂപ്പ് regulates itself according to belief principle value to stop or prevent the negative deviations is called. അപ്പൊ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻസിൽ വന്നേക്കുന്നത് എ ഗ്രൂപ്പ് റെഗുലേറ്റ്സ് ഇറ്റ്സെൽഫ് അക്കോർഡിംഗ് ടു ബിലീഫ്സ് പ്രിൻസിപ്പിൾ വാല്യൂസ് അല്ലെ. അവിടെ റെഗുലേഷൻ ആണ്, അതുപോലെ തന്നെ അവിടെ വാല്യൂസ് ആണ്, പ്രിൻസിപ്പിൾ ആണ്, ഡിസിപ്ലിൻ ആണ്. അപ്പൊ അവിടെ ഇറ്റ് ഈസ് ആൻ ഓവർ എ കൺട്രോൾ അല്ലെ. അവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോഷ്യൽ കൺട്രോൾ ആണ് വരുന്നത്. ഇനി സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഓൾട്ടറേഷൻ ഇൻ സോഷ്യൽ സ്ട്രക്ചറിൽ വരുന്നതാണ്. അതായത് ചേഞ്ച് ദ കൾച്ചർ, വാല്യൂസ്, ബിഹേവിയർ, റിച്വസ് അല്ലെ, സിസ്റ്റംസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ഇവിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ഷൻ കമ്മിറ്റഡ് ബൈ ലാർജ് ഗ്രൂപ്പ് വിത്തൗട്ട് സൊസൈറ്റി, കോൺട്രവേഴ്ഷ്യൽ കോൺഫ്ലിക്റ്റ് അല്ലെ. ഒരു നെഗറ്റീവ് ഇത് വരുന്നതാണ്, ഇമ്പാക്റ്റ് വരുന്നതാണ് സോഷ്യൽ ഇവിൽസ് എന്ന് പറയുന്ന, മെയിൻലി ഡ്രഗ് ട്രേഡ്, ഹ്യൂമൻ ട്രാഫിക്, കറപ്ഷൻസ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നതിനെ നമ്മൾ സോഷ്യൽ ഇവിൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മീൻസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻ ടു ഡിഫറെന്റ് ഏരിയ ഫ്ലെയർ ഇൻവേഴ്സ് ഹയറാർക്കി സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇപ്പൊ സോഷ്യൽ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്ത് അവരെ ഹൈറാർക്കി അച്ചീവ് ചെയ്യുന്ന ആ ലെവൽ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ തന്നെ അതിന്റെ കീവേഡ് ഉണ്ട്. ബിലീഫ്, പ്രിൻസിപ്പിൾ, വാല്യൂസ് ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏതിലാണ്? സോഷ്യൽ കൺട്രോളിലാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. അക്കോർഡിംഗ് ടു എറിക്സൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ഇൻ ദ അഡോളസൻസ്. അപ്പൊ അറിയുക അഡോളസൻസിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഓട്ടോണമി വേഴ്സസ് ഡൗട്ട്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പൊ അഡോളസൻസ് പീരീഡിൽ ഐഡന്റിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പം അഡോളസൻസിന് മെയിൻലായിട്ടും അവർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻസ് വരുന്നതാണ്. ഈഗോ, ഐഡന്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ ആണ് വരുന്നത്. അപ്പം ജനിക്കുന്ന കുട്ടിക്ക് ഇൻഫൻസിയിൽ 1.5 വയസ്സ് വരെ ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്, പിന്നെ ടോഡ്ലർ പീരീഡിലോട്ട് പോകുമ്പോൾ ആട്ടോണമി, ഷെയിം, ഡൗട്ട് ആവും. പിന്നെ പ്രീ സ്കൂളിന് ഇനിഷ്യേറ്റീവ് ആൻഡ് ഗിൽറ്റിലോട്ട് പോകും. പിന്നെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്കൂൾ ഏജിൽ വരും. അഡോളസൻസിന് ഈഗോ, ഐഡന്റിറ്റി ആൻഡ് റോൾ കൺഫ്യൂഷൻ ആണ്. പിന്നെ അങ്ങോട്ട് ഇന്റിമസി, ഐസൊലേഷൻ, യങ് അഡൽട്ട്, ജനറേറ്റിവിറ്റി, സ്റ്റാഗ്നേഷൻ, അഡൽട്ട്ഹുഡും, ഈഗോ സെൻട്രിസിറ്റി ആൻഡ് ഡെസ്പെയർ ബൈ മെച്യൂരിറ്റി ഓഫ് യങ്. അപ്പം ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എറിക്സന്റെ സ്റ്റേജസ് ഓഫ് അഡോളസൻസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. Softening of lower uterine segment during pregnancy is known as Goodell sign, Haga sign, Staya albicans, Linea nigra. അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ യൂട്രസിന്റെ ലോവർ സെഗ്മെന്റ് സോഫ്റ്റനിങ് ആവുന്നതിന് ഹേഗ സൈൻ ആണ്. അതുപോലെ തന്നെ സോഫ്റ്റനിങ് ഓഫ് സെർവിക്സ് ആണ് അവിടെ ഗുഡൽ സൈൻസ് എന്ന് വരുന്നത്. സ്റ്റയ ആൽബിക്കൻസ് എന്ന് പറയുമ്പോൾ ഒരു സിൽവറി മാർക്ക് വീഴുന്നതാണ് പ്രഗ്നൻസി പീരീഡിൽ അബ്ഡോമിനലിൽ അല്ലെ, സ്ട്രയ ഫോം ചെയ്യുന്നതാണ്. അതുപോലെ ലീനിയ നൈഗ്ര എന്ന് പറയുന്ന ഒരു ലാർജ് ആയിട്ടുള്ള ഡാർക്ക് ലൈൻ ആണ്, വെരി മെലാനസൈറ്റ് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസും ഉണ്ട്. അത് ഈ എക്സ്റ്റെൻഡ് ഫ്രം പ്യൂബിക് സിംഫൈസസ് ടു അംബിലിക്കസ് ടു സിഫിസ്റ്റേണം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതാണ് ലീനിയ നൈഗ്ര. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ടൈംസ് ഉണ്ട്. അതെല്ലാം പ്രഗ്നൻസിയിൽ സൈൻസിൽ വരും, സ്കിൻ ചേഞ്ചസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറൽ ഡിസീസ് caused by one of the smallest human virus that infect the motor cell of anterior horn of the spinal cord. അപ്പം നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇതിൽ ഓപ്ഷൻ എ ആണ്, പോളിയോ മൈലൈറ്റൈസ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം പോളിയോ വൈറസ് ഈസ് ആൻ എൻട്രോ വൈറസ് ഗ്രൂപ്പിൽ വരുന്ന വൈറസ് ആണ്. അപ്പം ഗട്ട് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഓറൽ പോളിയോ വാക്സിൻസും സിസ്റ്റമിക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി IPV ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അതൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പോളിയോ വൈറസ് ഒരു RNA വൈറസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the fetal blood vessels, oxygen content highest in the ductus venosus, ductus arteriosus, pulmonary artery and umbilical artery. ഹയസ്റ്റ് ഓക്സിജൻ കണ്ടന്റ് എപ്പോഴും വരുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ ഡക്ടസ് വീനോസിസ് ആണ്. അപ്പം വെയിനിലാണ് എപ്പോഴും ഫീറ്റസ് സർക്കുലേഷനിൽ ഹയസ്റ്റ് ഓക്സിജൻ വരുന്നത്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. പ്ലാസന്റയിലാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഫീറ്റൽ ലൈഫിൽ. അപ്പൊ റെസ്പിറേഷന്റെ ഫംഗ്ഷൻ പ്ലാസന്റ ഏറ്റെടുക്കും. അപ്പം അംബിലിക്കൽ ആർട്ടറിയിൽ എപ്പോഴും ഫീറ്റസിന്റെ ലങ്സ് ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് ഫീറ്റസിന്റെ അംബിലിക്കൽ ആർട്ടറിയിൽ വരുന്ന ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അത് വന്ന് പ്ലാസന്റയിലെ
വന്ന് കണക്ട് ആവുകയും അത് തിരിച്ച് പ്ലാസന്റ പെർഫ്യൂസ് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡായി വെയിനിലൂടെ തിരിച്ചു വിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് കണക്ട് ടു ഫൊറാമൻ ഓവലും ഡക്ടസ് വീനോസിസും അതുപോലെ തന്നെ ഡക്ടസ് ആർട്ടീരിയോസിസ് അല്ലേ. അപ്പം വെയിൻ പാർട്ടെല്ലാം കണക്ട് ചെയ്യുന്ന ഭാഗത്തെല്ലാം ഹൈ ഓക്സിജൻ കണ്ടന്റ് ആണ് വരുന്നത്. അതായത് ഇത് ഡക്ടസ് വീനോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബൈപ്പാസിങ് ടു ലിവർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലും ഹൈ ഓക്സിജൻ കണ്ടന്റ് ആണ് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്ന സുപ്പീരിയർ വീനക്കാവ വഴി റൈറ്റ് ഏട്രിയം. അവിടെ നിന്ന് ഷണ്ട് വഴി ഫൊറാമൻ ഓവയിൽ പോവും. ഫൊറാമൻ ഓവയിൽ പോയി അയോട്ടയിൽ കയറും. അയോട്ടയിൽ തന്നെ ബൈഫറിക്കേഷൻ്റെ അടുത്തുനിന്ന് വെച്ച് വീണ്ടും അവർ ഡിവൈഡ് ആയിക്കൊണ്ട് ഡക്ടസ് ആർട്ടീരിയോസിസ് ഫോം ചെയ്ത് വീണ്ടും ആ ബ്ലഡ് തന്നെ റിട്ടേൺ വരും. അപ്പം അങ്ങനെയൊക്കെ കുറെ ഫീറ്റസ് സർക്കുലേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എർത്രോപോയറ്റിൻ ഈസ് പ്രൊഡ്യൂസ് ബൈ അല്ലെ ലങ്സ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലിവർ ആൻഡ് കിഡ്നി. കറക്റ്റ് ആൻസർ വരുന്ന കിഡ്നി ആണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഹീമോപോയറ്റിക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞ് ബോഡിയിൽ വരുന്നുണ്ട്. എറിത്രോപോയറ്റിൻ ഉണ്ട്, ത്രോംബോപോയറ്റിൻ ഉണ്ട്, സൈറ്റോകൈൻസ് ഉണ്ട്. പിന്നെ സൈറ്റോകൈൻസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടറും ഇന്റർലൂക്കിൻസ്. അപ്പം ഇതൊക്കെ ഹീമോപോയറ്റിക് അല്ലെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എറിത്രോപോയറ്റിൻ മെയിൻലി ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്, ഹോർമോൺ ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇന്റർസ്റ്റീഷ്യൽ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഓഫ് ദ കിഡ്നി. കിഡ്നിയിലെ സെൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞത് പ്ലേറ്റ്ലെറ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് പ്ലേറ്റ്ലെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് പലതായിട്ട് ചിന്നിച്ചിതറി മാറുമ്പോഴാണ് അവിടെ പ്ലേറ്റ്ലെറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് ത്രോംബോപോയറ്റിൻ. അത് മേജർ സെക്രീറ്റ് ചെയ്യുന്നത് ലിവർ ആണ്, കുറച്ച് ഭാഗം കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് പല വെറൈറ്റി ഓഫ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടർ ആണ്. രണ്ട് ടൈപ്സ് ഉണ്ട്. കോളനി ലോക്കലി ആക്ട് ചെയ്യുന്നതിനെ കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ എന്നും സിസ്റ്റമിക് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നതിനെ ഇന്റർലൂക്കിൻസ് എന്നും ആണ് വിളിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റെബിലിറ്റി, ഇന്റേണൽ കൺസിസ്റ്റൻസി ആൻഡ് ഇക്വലൻസ് ആർ ദ കമ്പോണന്റ് ഓഫ്. അപ്പം ഇത് റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്യുറസി നോക്കുന്നതാണ്. അപ്പം അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് മൂന്നെണ്ണം വരുന്നത്: സ്റ്റെബിലിറ്റി, ഇന്റേണൽ കൺസിസ്റ്റൻസി, ഇക്വലൻസി. അതും പഠിക്കാൻ പറ്റും ഇതിന്റെ കൂടെ. അപ്പൊ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സെയിം റിസൾട്ട് വിത്ത് റിപ്പീറ്റഡ് മെഷർമെന്റ് ഓവർ സെയിം ടൈം. അപ്പം ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ സെയിം സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരേ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാം അല്ലെ. ഇനി അടുത്ത അതിന് ഇന്റേണൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇക്വലൻസ് ഉണ്ടെന്ന് എന്താണെന്ന് നോക്കാം. ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അത് വെച്ച് ഒരു റിസൾട്ട് കിട്ടി, അതേ ക്വാളിറ്റിയിലുള്ള വേറെ ഇൻസ്ട്രുമെന്റ് വെച്ച് ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്താലും സെയിം റിസൾട്ട് കിട്ടുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇക്വലൻസ് എന്ന് പറയാം. ഇനി ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ കിട്ടണം. നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് പേഷ്യൻസിന്റെ ടെമ്പറേച്ചറോ ബി.പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെക്കോർഡ്സ് തന്നെ ആയിരിക്കണം നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉള്ള വേറെ നേഴ്സോ വേറെ ഒരു ഒബ്സർവറോ വന്ന് ചെക്ക് ചെയ്താലും സെയിം ആയിട്ടുള്ള റിസൾട്ട് കിട്ടണം. അപ്പൊ ഈ മൂന്ന് ഇതിനെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ റിസർച്ചിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അറിയാം. ഇനി അടുത്ത വാലിഡിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എബൌട്ട് ദ ആക്യുറസി ഓഫ് എ മെഷർമെന്റ്. ആ മെഷർമെന്റിന്റെ ആക്യുറസി ആണ് നമ്മൾ എന്തെന്ന് പറയുന്ന വാലിഡിറ്റി. വാലിഡ് എന്ന് പറയുമ്പോൾ അവിടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യണം അല്ലെ. ആ മെഷർ ചെയ്യുന്നതിന്റെ കൺസിസ്റ്റൻസി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, പീക്ക് ലെവൽ ഓഫ് പെർഫോമൻസ് ദാറ്റ് യൂസസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടു അച്ചീവ് ദ ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ഔട്ട്. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കയ്യിലുള്ള കഴിവ് വെച്ച് നമ്മൾ മാക്സിമം പെർഫോം ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എഫിഷ്യൻസി. അപ്പൊ നമുക്ക് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, MCQs ഒക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആ കഴിവ് പുറത്തെടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം പീക്ക് ലെവലിൽ വർക്ക് ചെയ്യണം എന്നതാണ് എഫിഷ്യൻസിയിൽ പറയുന്നത്. അപ്പം ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻപുട്ട് വെച്ചുകൊണ്ട് ഹയസ്റ്റ് എഫിഷ്യൻസിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെ നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ മാച്ചിങ് എന്ന് പറയുന്ന ഈ സിമിലർ അല്ലെ. ദ ടൈം മാച്ചിങ് റെഫേഴ്സ് ദ പ്രോസസ് ഫൈൻഡിങ് എ സാമ്പിൾ യൂണിറ്റ് ടു അതർ യൂണിറ്റ് അല്ലെ. അപ്പം ഒരു സാമ്പിൾ യൂണിറ്റ് എടുത്ത് വേറെ ഒന്നുമായിട്ട് മാച്ചിങ് ചെയ്യുന്നതിനെ വേണമെങ്കിൽ നമുക്ക് മാച്ചിങ് ടേം എന്നിട്ട് വിളിക്കാം അല്ലെ. പ്രൊസീജിയർ ടു ഫൈൻഡിങ് ഫോർ എ സാമ്പിൾ യൂണിറ്റ് ടു അതർ യൂണിറ്റിനെ അങ്ങനെ. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
Which of the following is the cranial nerve responsible for pupillary constriction? Olfactory nerve, optic nerve, oculomotor nerve, vagus nerve. അപ്പം pupillary constriction എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ocular motor nerve ആണ് അല്ലെ? ocular motor nerve ആണ് responsible for the pupillary reflex. It derives from the iris muscle that constrict the pupil. Okay. ബാക്കി nerves ഒക്കെ അറിയാം. ഓൾഫാക്ടറി അല്ലെ? ഓൾഫാക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്റ്റിക് ഉണ്ട്, വാഗസ് നെർവ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ക്രേനിയൽ നെർവ്സിന്റെ കോഡ് ഇട്ട് പഠിക്കണം അല്ലെ? ഓൾഫാക്ടറി എന്ന് പറയുമ്പം സ്മെല്ലിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓൾഫാക്ടറി. അതുപോലെ തന്നെ ഒപ്റ്റിക് വിഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഗസ് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞ് ഒരുപാട് ഫംഗ്ഷൻസ് വാഗസ് നെർവിന് വരുന്നുണ്ട്. എൻ്റയർ ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വാഗസ് നെർവാണ് അല്ലെ? അപ്പം അതൊക്കെ പിന്നീട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Raju, a 5-year-old, next question. Raju, a 5-year-old boy suffering from glomerular nephritis. Which of the following finding is associated with this condition? Low specific gravity of urine, low blood urea nitrate, brown colored urine, hypotension. അങ്ങനെ 4 കണ്ടീഷൻ ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓപ്ഷൻ സി ആണ്. കോള കള്ളയുടെ യൂറിൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഇതിനെ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 ആണ്. നെഫ്രോട്ടിക് സിൻഡ്രോം എന്നും നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നെഫ്രോട്ടിക് എന്ന് പറയുമ്പോൾ ഒ ആണ് വരുന്നത്. ഐ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ്. ഒ എന്ന് ഓർക്കുമ്പോൾ എഡിമയാണെന്ന് ഓർക്കുക. ഇവിടെ എന്തെന്ന് വെച്ചാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, അവിടെ ഇൻഫ്ലമേഷൻ അടിച്ചു, ഗ്ലോമർലെസ്സിന് ഇൻഫർമേഷൻ ആണ് അടിക്കുന്നത്. ഇവിടെ ഗ്ലോമർലെസ് ഇൻക്രീസ് പെർമിയബിലിറ്റി ആണ് വരുന്നത്. അവിടെ കൂടുതലായിട്ട് പ്രോട്ടീൻ എന്ത് ചെയ്യും? യൂറിനിലൂടെ ലോസ് ആവും. മാസീവായിട്ടുള്ള പ്രോട്ടീനൂറിയ അസോസിയേറ്റ് വിത്ത് പെരിഫറൽ എഡിമ വരും. പിന്നെ അതിനനുസരിതമായിട്ട് ബ്ലഡിൽ എന്ത് ചെയ്യും? പ്രോട്ടീൻ്റെ അളവ് കുറയും. അപ്പോൾ ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടായി, ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോകും. നെഫ്രൈറ്റിക് സിൻഡ്രത്തിൽ ബ്ലഡ് പ്രഷർ ആണ് നല്ല രീതിയിൽ കൂടുന്നത്. കാരണം ഇൻഫ്ലമേഷൻ അടിച്ച് അവിടെ മൊത്തം ബ്ലോക്ക് ആണ് വരുന്ന. ഈ റപ്ചർ ഒക്കെ ഉണ്ടാവും ബ്ലഡ് വെസൽസ്. അതുപോലെ തന്നെ ഈ ബ്ലഡ് വെസൽസ് എല്ലാം റപ്ചർ ചെയ്ത് അതിനകത്തൂടെ എന്തുണ്ടാവും? ബ്ലഡ് ലോസ് വരും. ഹെമച്ചൂറിയയുടെ സൈൻ ആയിട്ടാണ് കോള കള്ളയുടെ യൂറിൻ വരുന്നത്. പ്ലസ് എന്ത് വേണം? യൂറിൻ പ്രൊഡക്ഷൻ തന്നെ അവിടെ ബ്ലോക്ക് ആവുകയാണ്. ഒളിഗൂറിയാണ് വരുന്നത്. ഇനി ഇത് കോമൺലി അസോസിയേറ്റ് ചെയ്ത് വരുന്ന IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞ് ചിൽഡ്രനിൽ ബെർഗേഴ്സ് ഡിസീസ് ആണ് ഇതിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഇതൊരു ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Manju seen a design of a flower in the wallpaper. Perceive it is an animal. This is an example of. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ വരുന്നേക്കുന്ന ഇല്യൂഷൻ, ഹാലുസിനേഷൻ, ഡെലൂഷൻ, ഐഡിയ. അപ്പൊ ഇതറിയാൻ സിമ്പിൾ ആയിട്ട് ഇറ്റ് ഈസ് ആൻ ഇല്യൂഷൻ അല്ലേ? അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് തന്നു, ഒബ്ജക്റ്റിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വ്യൂ ചെയ്യുവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഇല്യൂഷൻ എന്ന് പറയാം. ഇനി ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ സെൻസ് ഓർഗൻസ് ആയ ചെവി, കണ്ണ്, മൂക്ക് അല്ലെ, അതൊക്കെ ടച്ച്, അതൊക്കെ വഴി നമ്മൾ പെർസീവ് ചെയ്തെടുക്കുന്നതാണ്, നമ്മൾ ആലോചിക്കുന്നതാണ്. അതായത് അവിടെ ഒരു റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് വേണമെന്നില്ല. അങ്ങനെ വരുന്നതിനെ നമുക്ക് എന്തെങ്കിലും ഹാലുസിനേഷൻ എന്ന് പറയാം. ഇനി നമ്മുടെ തെറ്റിദ്ധാരണകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡെലൂഷൻസ് അല്ലെ? നമുക്ക് സംശയം തോന്നുന്നത്, അതുപോലെ തന്നെ നമ്മൾ വലിയ ആളാണെന്ന് തോന്നുന്നത്, മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുന്നു എന്ന് ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നമുക്ക് എന്തിനകത്ത് വരും? ഡെലൂഷനകത്ത് വരും. ഇനി വേറൊരാൾ നമ്മളെ പറ്റി പറയുന്നത് ഐഡിയ ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ് വീണ്ടും അതും ഒരു ടൈപ്സ് ഓഫ് ഡെലൂഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഡെലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഫോൾസ് ഫിക്സഡ് ബിലീഫ് ആണ്. ഫോൾസ് സെൻസറി ഓർഗൻസിൽ വരുന്ന പെർസെപ്ഷനെയാണ് നമ്മൾ എന്താണ്? ഹാലുസിനേഷൻ. ഇനി മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിയൽ എക്സ്റ്റേണൽ സ്റ്റിമുല. അപ്പോൾ അവിടെ ഒരു റിയൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ സ്റ്റിമുല കാണും, അതിനെ നമ്മൾ മിസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇലൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ. ഐഡിയ ഓഫ് റെഫറൻസ്, ഇൻകറക്റ്റ് ഐഡിയ, ദ വേർഡ്സ് വൺ ആക്ഷൻ ടു റെഫർ ടു വൺ സെൽഫ് അല്ലെ? മറ്റൊരാൾ നമ്മളെ പറ്റി പറയുന്നു, നമ്മളിലോട്ട് റെഫറൻസ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ വരുന്നതാണ് IDF. അതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡെലൂഷൻ ആണ്. ഓക്കെ, ഞാൻ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണ് സ്പീഡിൽ പോകുന്ന. ക്ലാസ് ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് മലയാളത്തിൽ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്. A protective protein which is the main structural component of hair, nail and epithelial cells. അപ്പം പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? കെരാറ്റിൻ, മയോസിൻ, കൊളാജൻ, ഇലാസ്റ്റിൻ അല്ലെ? അപ്പം ഏതാണ് വരുന്ന പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് എ ഓപ്ഷൻ എ ആണ്, കെരാറ്റിൻ ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കണം, മയോസിൻ എന്ന് പറയുന്നത് മസിൽ പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് എ
ദാറ്റ് കൺവേർട്ട് അഡിനോസിൻ ATPയെ കൺവേർട്ട് ചെയ്യുന്ന ട്രൈഫോസ്ഫേറ്റ് ആക്കി ഡൈഫോസ്ഫേറ്റ് ആക്കി അതിൻ്റെ എക്സാമ്പിളായിട്ട് വാട്ടർ, എനർജി, ഹീറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മയോസിൻ അല്ലെ. അങ്ങനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൊളാജൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ബോണ്, മസിൽ, സ്കിന്ന്, ടെൻഡൻസ് അവിടെയൊക്കെ വരുന്ന അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇലാസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അതിന് തന്നെ കോയിലിംഗ് ആൻഡ് റീകോയിലിംഗ് അല്ലെ, റബ്ബർ ബാൻഡ് പോലെ അത് കോയിൽ ആവാനും റീകോയിൽ ആവാനും ഉള്ള കഴിവുള്ള പ്രോട്ടീൻ ആണ് എലാസ്റ്റിൻ എന്ന് പറയുന്ന. ഇനി സ്കിന്ന്, ഹെയർ, എപ്പിത്തീലിയൽ സെൽസിലെല്ലാം വരുന്നത് മെയിൻലി എന്താണ്? കെരാറ്റിൻ അല്ലേ. അപ്പൊ കെരാറ്റിനൈസ്ഡ് സ്ക്യൂമസ് എപ്പിത്തീലിയം ഫൗണ്ട് ഓൺ ദ സ്കിൻ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി സോർട്ട് ഇൻ അനാലിസിസ് റെഫേഴ്സ് ടു, അപ്പോൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ സോർട്ട് അനാലിസിസ് ചെയ്യുന്നത് നമുക്കൊരു ജോലി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷന് തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ തിരിച്ച് എംപ്ലോയിയെ തിരഞ്ഞെടുക്കുന്നു, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മാനേജ്മെന്റ് രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു അനാലിസിസ് ആണ് എന്തെന്ന് പറയുന്നത് SWOT അനാലിസിസ്. Strategic planning technique used to help a person or organization to identify the strength, weakness, opportunity and നമുക്കൊരു കമ്പനി നമ്മൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന സ്ട്രെങ്ത്, ആ കമ്പനിക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ്, ആ കമ്പനിയിൽ ഭാവിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരാം, നമ്മളെ കരിയർ ഡെവലപ്മെന്റിന് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ത്രെഡ് നമുക്ക് വെച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാനിങ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോട്ട് അനാലിസിസ് എന്ന് വിളിക്കും. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ സൈൻ ഓഫ് പുവർ മെന്റൽ ഹെൽത്ത്? പുവർ മെന്റൽ ഹെൽത്തിന്റെ സൈൻ അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പം പുവർ മെന്റൽ ഹെൽത്തിന്റെ സൈൻ അല്ലാത്തത് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ പുവർ ഇതിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് എപ്പോഴും എന്തെന്ന് പറയാം? ഗുഡ് മെന്റൽ ഹെൽത്തിന്റെ സിംറ്റം. അപ്പൊ ഇതെല്ലാം പുവർ മെന്റൽ ഹെൽത്തിന്റെ സിംറ്റംസ് ആണ്. ഇമോഷണലി അൺസ്റ്റേബിൾ അല്ലെങ്കിൽ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, സസ്പീഷ്യസ് ആയിട്ടിരിക്കുന്നത്, സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്നത്, ഫീലിംഗ് ഓഫ് ഗിൽറ്റ്, സെൽഫ് കോൺഫിഡൻസ് ലോസ് വരുന്നത്, അഡിക്വേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തത്, സെറ്റിംഗ് പവർ, അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ്, ലാക്ക് ഓഫ് എൻഡ്യൂറിംഗ് പവർ, റിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ്, ലീവ്സ് ഇൻ ഇമാജിനറി ആൻഡ് ഫാന്റസി ലിവിംഗ് ഒക്കെ ഏതിൽ വരും? സൈൻസ് ഓഫ് പുവർ മെന്റൽ ഹെൽത്തിൽ വരും. അപ്പോൾ അറിഞ്ഞിരിക്കണം, ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആണ് അവിടെ ഇമ്പോർട്ടന്റ് സൈൻ ഓഫ് ഗുഡ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, exclusive breastfeeding protect the woman against pregnancy for a period of 12 month, 9 month, 6 month, 3 month. അറിഞ്ഞിരിക്കാം, എല്ലാവർക്കും അറിയാം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ദ 6 month ആണ്. ഫോർ ദ പെർഫെക്റ്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന 6 month ആണ് എക്സ്ക്ലൂസീവ് ഫീഡിങ്. അതുപോലെ തന്നെ ബേബിയുടെ ഹൈ IQ, ഇമോഷണൽ ബോണ്ടിങ് ആൻഡ് പ്രിവെന്റ് ഇൻഫെക്ഷൻ, പ്രിവെന്റ് ക്രോണിക് ഡിസീസസ് ആൻഡ് ഈസിലി ഡൈജഷൻ എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ the greenish color of amniotic fluid due to the presence of meconium, vernix, protectin and അല്ല, എല്ലാവർക്കും അറിയാം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഗ്രീനിഷ് വരാനുള്ള കാരണം മെക്കോണിയം സ്റ്റെയിനിങ് ആണ് അല്ലെ. അപ്പൊ വെർണിക് സീറോസ ഒക്കെ സ്റ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ക്രീമി കളറാണ് വരുന്നത്. ലാനുഗോയും വെരി തിന്ന് സോഫ്റ്റ് യൂഷ്വലി അൺപിഗ്മെന്റഡ് ഡൗണി ഹെയർ ആണ് വരുന്നത് അല്ലെ. വെർണിക്സ് കെയോസ്ക എന്ന് പറയുന്ന സ്കിന്നിൽ വരുന്ന കവറിങ് ആണ് അല്ലെ, വൈറ്റ് ക്രീമി അല്ലെ. അപ്പം ഇത് ഇറ്റ് ഈസ് ദ സ്കിൻ ഓഫ് ദ ഫീറ്റസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ വരുന്നതാണ്. പിന്നെ ലാനുഗോ എന്ന് പറയുന്നത് തിൻ സോഫ്റ്റ് ഹെയർ അല്ലെ, ഡൗണി ആയിട്ട് വരുന്ന ഹെയർ ആണ്. അത് പതുക്കെ കൊണ്ട് അത് പൊഴിഞ്ഞൊക്കെ പോകും. അപ്പൊ ന്യൂ ബോണിൽ വരുന്ന ഹെയർ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ്. Which of the following defense mechanism involves the reflecting unacceptable feeling from other original source to a safe target? അങ്ങനെ നമുക്ക് വിച്ച് ഓഫ് ദ ഇതിൽ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സിനെ അതിന്റെ ഒറിജിനൽ സോഴ്സ് ടു സേഫ് ടാർഗറ്റിലോട്ട് മാറ്റുന്നത്? അപ്പം നമുക്കൊരു അൺഅക്സെപ്റ്റബിൾ ഫീലിംഗ് ഉണ്ടായി അതിന്റെ ഒരു സോഴ്സ്, ഒറിജിനൽ സോഴ്സിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു സേഫ് ആയിട്ട് രീതിയിൽ മാറ്റിയെടുക്കുന്നതെന്ന് അത് വായിച്ചാൽ തന്നെ അതറിയാം. അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ്, റിയാക്ഷൻ ഫോർമേഷൻ, റിപ്രഷൻ, റാഷണലൈസേഷൻ അല്ലെ. കറക്റ്റ് ആൻസർ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റി അല്ലെ, നമ്മൾ മാറ്റി സേഫ് ആയിട്ട് മാറ്റുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നത്. ഇനി അതിൽ അറിഞ്ഞിരിക്കണം റിയാക്ഷൻ ഫോർമേഷൻ അല്ലെ. അപ്പൊ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ ആക്ടിങ് ടു ദ ഓപ്പോസിറ്റ് വേ ടു ദ ഫിയർ. അപ്പൊ ഫിയർ എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ ഓവർ ആക്ടിങ് ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയാം. റിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? റിപ്രഷൻ ബാക്ക് എന്നാണ് പറയുന്നത്. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇറ്റ്സ് എ പുഷിങ് ഓഫ് അൺകംഫർട്ടബിൾ ത്രൂട്ട് ഇൻ ടു ദ സബ്കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമുക്ക് ഒരു സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു
കാര്യം നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനെ നമ്മൾ എന്തെന്ന് പറയാം? റിപ്രഷൻ എന്ന് പറയാം. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉം. ഒരു നമ്മൾ ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷെ അതിനെ നമ്മള് ഉള്ളത് വെച്ച് ന്യായീകരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ റാഷണൽ. അപ്പൊ ക്രിയേറ്റിംഗ് എ ഫാൾസ് ബട്ട് എ ക്രെഡിബിൾ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റാഷണൽ. ഇതൊക്കെ ആൻസൈറ്റി വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിനയൽ, നമ്മൾ അവിടുന്ന് വിഡ്രോ ചെയ്യുന്ന ഡിനയൽ. ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, നമ്മുടെ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് സേഫ് ആക്കി മാറ്റുന്നത് ഡിസ്പ്ലേസ് എന്ന് പറയും. ഇന്റലക്ച്വൽ, ബുദ്ധിപരമായിട്ട് നമ്മൾ ഇമോഷൻസിനെ ഓവർകം ചെയ്യുന്നതിനെ ഇന്റലക്ച്വൽ ലൈസേഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വന്നാൽ ഇറ്റ് ഈസ് നമ്മൾ വേറൊരാളിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊജക്ഷൻസ് അല്ലെ. ഇനി റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസൈറ്റി മാറാൻ വേണ്ടി അത് നമ്മളെ മിസ്റ്റേക്കിനെ നമ്മൾ ന്യായീകരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റാഷണലൈസേഷൻ എന്ന് പറയുന്ന. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഓവർ ആക്ടിങ് ദ ഓപ്പോസിറ്റ് വേ ടു ദ ഫിയർ. അപ്പം നമ്മൾ ഓവർ റിയാക്ഷൻ, ഓവറായിട്ട് നമ്മളെ ഇമോഷണൽ പ്രകടിപ്പിച്ച് നമ്മൾ ആൻസൈറ്റി മാറ്റിയെടുക്കുന്നതിന് റിയാക്ഷൻ ഫോർമേഷൻ. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ഫോർഗെറ്റ് ആൻഡ് ഗോയിങ് ബാക്ക് ടു ആക്ടിങ് ആസ് എ ചൈൽഡ്. അപ്പൊ നമുക്കൊരു കാര്യം കോൺഫ്ലിക്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അയ്യോ നമുക്കൊന്നും അറിഞ്ഞൂടാ, നമ്മൾ കുട്ടിയാണെന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂട്ടായി മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിഗ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എന്താണ് ഒരു കുട്ടി കുറെ നാള് ഒരു പാറ്റയെ പേടിയുള്ള ഒരാൾക്ക് എപ്പം മുതലാണോ പാറ്റയെ പേടിയുണ്ട് എന്നുള്ളത് അറിഞ്ഞൂടാ. ഏത് സാഹചര്യത്തിലാണോ പാറ്റയെ പേടി തുടങ്ങിയത് എന്ന് പുള്ളിക്കാരന് അറിഞ്ഞൂടാ. പക്ഷേ വലുതായാലും ആ പാറ്റയെ പേടിയുണ്ട്. പക്ഷെ അതിന്റെ ഒറിജിൻ അറിഞ്ഞൂടാ. അതങ്ങ് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിപ്രഷൻ. പുഷിങ് അൺകംഫർട്ടബിൾ തോട്ട് ഇൻ ടു സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമുക്കൊരു അൺകംഫർട്ടബിൾ തോട്ട് എപ്പോഴോ സംഭവിച്ചു, പക്ഷെ നമ്മളെ മൈൻഡിൽ അത് ഓർമ്മയില്ല. അങ്ങനെ മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിപ്രഷൻ. ഇനി സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? റീഡയറക്റ്റിംഗ് റോങ് അർജന്റ് ടു സോഷ്യലി അക്സെപ്റ്റഡ് മാസ്. അപ്പൊ നമ്മളെ റോങ് സോഷ്യലി എല്ലാവരും നമ്മൾ റോങ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് അത് സോഷ്യലി അക്സെപ്റ്റബിൾ ചെയ്യാൻ വേണ്ടി, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഡിഫൻസ് മെക്കാനിസം, ഫ്രോഡിന്റെ ഡിഫൻസ് മെക്കാനിസം. ഇനിയും ഉണ്ട് കുറെ. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് 1 മാർക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്നും മലയാളത്തിൽ ആൻസർ മനസ്സിലാക്കിയെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വളരെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Objects contaminated by pathogenic microorganisms are known as inhabitant, fomites, culture, residua. അപ്പൊ നോക്കാം. ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഫോമൈറ്റ്സ് അല്ലേ. അവിടെ ഒബ്ജക്റ്റ് എന്ന് എടുത്തു പറയുന്നുണ്ട്. കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റിനെ നമ്മൾ ഫോമൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇൻഹാബിറ്റൻസ് എന്നു പറയുന്നത് അത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ അനിമൽ ദാറ്റ് ലീവ്സ് ഇൻ എ ഓക്കുപ്പൈ ദ പ്ലേസ് ആർബോറീസ് ടു ഇൻഫെക്ഷൻ. അപ്പം ഒരു ഇൻഫെക്ഷൻ ആർബറീസ് ആയിട്ടുള്ള പ്ലേസിൽ ലീവ് ചെയ്യുന്ന അനിമലിനെയോ പേഴ്സണോ ലിവിങ് തിങ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഹാബിറ്റൻസ് എന്ന് പറയാം. ഓക്കെ. ഫോമൈറ്റ്സ് എന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തോണം. മൈക്രോബിയൽ കൾച്ചർ എന്ന് പറയുന്ന അറിയാം. മൈക്രോ ഓർഗാനിസത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോബിയൽ കൾച്ചർ എന്ന് പറയുന്നത്. റെസിഡ്യൂവ എന്ന് പറയുന്നത് എന്താണ്? അത് റെസിഡ്യൂവ എന്ന് പറയുന്നത് റെസിഡന്റ് വേണമെങ്കിൽ ഇത് ക്വാളിറ്റി ഓഫ് മാറ്റർ റിമൈനിങ് ആഫ്റ്റർ ഇവാപറേഷൻ, കമ്പസ്റ്റൻ, ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഒരു ക്വാളിറ്റി ഓഫ് മാറ്റർ റിമൂവിങ് ആഫ്റ്റർ എ ബയോളജിക്കൽ പ്രോസസ് ഓർ കെമിക്കൽ പ്രോസസ് ബാലൻസ് വരുന്ന ഐറ്റംസിനെ നമുക്ക് എന്തെന്ന് പറയാം? റെസിഡ്യൂവ അല്ലെ. നമ്മൾ ലങ്സ് ആണെങ്കിൽ റെസിഡ്യൂവൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ ബാക്കിയുള്ള വോളിയം അല്ലെ. റെസിഡന്റ് എന്ന് വെച്ചാൽ ബാലൻസ്. ഓക്കെ, അന്നങ്ങനെ ആ രീതിയിലൊക്കെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഈസിയാണ്. ഒബ്ജക്ട് കണ്ടാമിനേറ്റഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോമൈറ്റ്സ്. ഇൻഹാബിറ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇൻഹാബിറ്റൻസ് ചോദിച്ചാൽ ഹാർബറിസ് ടു ഒരു ലിവിങ് തിങ്സ് ഹാർബറിസ് ടു ഇൻഫെക്ഷനെ നമ്മൾ ഇൻഹാബിറ്റൻസ് പറയാം. നോൺ ലിവിങ്ങിനെ ഫോമൈറ്റ്സ് എടുക്കാം. കൾച്ചർ, മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത് കൾച്ചർ. ക്വാളി റെസിഡ്യൂവ എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് കേട്ടോ. മാറ്റർ റിമൈനിങ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി റിമൈനിങ്, ഇതൊക്കെ നമുക്ക് എന്തിലെടുക്കാം? റെസിഡ്യൂവിൽ പറയാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The baby Rakesh weighed 3 kilo at birth, but age will be birth weight double അല്ലെ. അപ്പൊ 2 months, 24 months, 6 months, 36 months. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബർത്ത് വെയിറ്റ് എപ്പോഴും ഡബിൾ ആവുന്നത് 6 മാസം കൂടുമ്പോഴാണ്. അറിയണം. ബർത്ത് വെയിറ്റ് 50 to 30 gram per ഡേയും 6 മന്തിൽ ഡബിൾ ആവും, 1 വയസ്സിൽ ട്രിപ്പിൾ ആവും അല്ലെ, 2 വയസ്സിൽ ക്വാഡ്രപ്പിൾ ആവും കേട്ടോ. അപ്പം അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം 12 വയസ്സിൽ 10 കിലോ, 5 വയസ്സിൽ 20 കിലോ, 10 വയസ്സിൽ 30 കിലോ, അതും കൂടെ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു വെച്ചോണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which of the following combination of deficiency vitamin it is effect is wrong? Vitamin K is bleeding, vitamin A night blindness, vitamin C osteomalacia, vitamin B1 beriberi. അതെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. കാരണം വൈറ്റമിൻ ഡിയുടെ കൂടെയാണ് ഓസ്റ്റിയോമലേഷ്യ വരുന്നത്. അല്ലെ, അറിയാം. അപ്പൊ ഇതൊക്കെയാണ് വൈറ്റമിന്റെ മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിൻ എ അറിയാം, ഐ റിലേറ്റഡ് ചെയ്തും അല്ലാതെ സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസ് ഡെഫിഷ്യൻസി ഒക്കെ വരാറുണ്ട്. വൈറ്റമിൻ B1 ബെറിബറി ആണ്, വെർണിക്സ് സിൻഡ്രം. B2 വരുന്ന എറാബിനോ ഫ്ലൈബോസിസ്, ഗ്ലോസൈറ്റിസ്, ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ് ഒക്കെ വരും. വൈറ്റമിൻ B2 പെല്ലഗ്ര, വൈറ്റമിൻ B3 പാരസ്തീഷ്യ, വൈറ്റമിൻ B6 അനീമിയ ആൻഡ് പെരിഫറൽ ന്യൂറോപ്പതി, ഫോളേറ്റിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12ലും മെഗാലോബ്ലാസ്റ്റിക്. ഓക്കെ, അപ്പം അതൊക്കെ അറിയാം. B12ൽ പെർനീഷ്യസ് അനീമിയ വരും. വൈറ്റമിൻ സിയിൽ സ്കർവി ആണ് വരുന്നത്. വൈറ്റമിൻ ഡിയിലാണ് ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സി ഒക്കെ വരുന്നത്. റിക്കറ്റ്സി ചിൽഡ്രനിൽ, ഓസ്റ്റിയോമലേഷ്യ അഡൽട്ടിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. PSC ആണെങ്കിൽ ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റെപ്പ് ഓഫ് നഴ്സിംഗ് പ്രോസസ് വുഡ് ദ പേഷ്യന്റ് ആസ്ക് ദ മെഡിക്കേഷൻ he or she administered relieve the patient പെയിൻ? അനാലിസിസ്, പ്ലാനിങ്, ഇവാലുവേഷൻ, അസസ്മെന്റ്. അല്ലെ, അപ്പം അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഏതിലാണ്? ഇവാലുവേഷൻ. അത് സിമ്പിൾ ആണ്. ഇപ്പൊ നഴ്സിംഗ് പ്രോസസ്സ് അറിയാം. 5th സ്റ്റെപ്പാണ് നഴ്സിംഗ് പ്രോസസ്സിൽ ഏത് വരുന്ന ഇവാലുവേഷൻ വരുന്നത്. വെദർ ദ ക്ലൈന് ഗോൾസ് മീറ്റ് ചെയ്ത അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു ഓൺഗോയിങ് ഇവാലുവേഷൻ തന്നെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന ഓൺഗോയിങ്. ഇനി ഇവാലുവേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? നഴ്സിംഗ് പ്രോസസ്സ് റിവിഷൻ ചെയ്യാം, റിവ്യൂ ചെയ്യാം. അല്ലെ, അപ്പം അതിന്റെയൊക്കെ സ്റ്റെപ്സ് എല്ലാം നടക്കുന്നത് ഇവാലുവേഷനിലാണ്. അനാലിസിസ് നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന അനാലിസിസ് എന്ന് പറയുന്നു. അപ്പൊ അത് നഴ്സിംഗ് പ്രോസസ്സ് സാധാരണ എന്താ നഴ്സിംഗ് പ്രോസസ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇല്ല. ഓക്കെ, ഡയഗ്നോസിസ് സ്റ്റെപ്പാണ് വരുന്നത്. പിന്നെ പ്ലാനിങ് ഉണ്ട്, പ്ലാൻ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ അസസ്മെന്റ് നമ്മൾ സബ്ജക്റ്റീവ് ഡേറ്റ, ഒബ്ജക്റ്റീവ് ഡേറ്റ, അല്ലെ, പേഷ്യന്റ് ഹിസ്റ്ററി കളക്ഷൻ, ഒബ്ജക്റ്റീവ് ഡേറ്റ ബൈ ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെക്കോർഡ്സ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി supervision and delegation is a part of which phases of management process? Planning, organization, directing, controlling. അല്ലെ, സൂപ്പർവിഷനും ഡെലിഗേഷനും ഇസ് ദ ഏതിലാണ്? ഇസ് എ ഡയറക്റ്റിങ്ങിന്റെ ഓപ്ഷനിലാണ് വരുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഫങ്ഷൻസ് ബൈ ഹെൻറി ഫയോൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻലി പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നുള്ള ആ ഒരു 5 ഇത് പറയുന്നുണ്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ. അപ്പം പ്ലാനിങ്ങിൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആൻ ആക്ഷൻ ഫോർ ഇമ്മീഡിയറ്റ് ഓർ ഷോർട്ട് ടൈം, മീഡിയം ടൈം ഫോർ ഓർ ലോങ് ടൈം അച്ചീവ്മെന്റ് ഗോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്ലാൻ ആക്ഷൻസിനെ നമ്മൾ എന്തെന്ന് പറയാം? പ്ലാനിങ് ചെയ്യാം. അപ്പം അതിനെ വ്യക്തമായി ഓർഗനൈസ് ചെയ്യുന്നതാണ് റിസോഴ്സസ്, പർട്ടിക്കുലർലി ഇൻ ഹ്യൂമൻ റിസോഴ്സ് ദ ബെസ്റ്റ് പോസിബിൾ മാനറിൽ നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റാഫിങ്. അല്ലെ, സ്റ്റാഫിങ് വരുന്നത് എന്താണ്? പൊസിഷൻ ദ റൈറ്റ് പീപ്പിൾ ടു റൈറ്റ് ജോബ് അറ്റ് എ റൈറ്റ് ടൈം ആണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റാഫ്. അല്ലെ, കറക്റ്റ് ആയിട്ട് സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഡയറക്റ്റിംഗ്. അല്ലെ, ഡയറക്റ്റിംഗ് ഇൻക്ലൂഡിങ് ലീഡിങ്, മോട്ടിവേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, കോർഡിനേറ്റിംഗ്. അല്ലെ, അപ്പൊ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ കോർഡിനേറ്റിംഗ് ദ പീപ്പിൾ ആൻഡ് ലീഡ് ടു എൻഷുർ ദ വർക്ക് എഫക്റ്റീവ്ലി ടുഗദർ ടു അച്ചീവ് ദ പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ഡയറക്റ്റിംഗിൽ മെയിൻലി ലീഡിങ്, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, ഡെലിഗേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിലാണ് വരുന്നത്? ഡയറക്റ്റിംഗിലാണ് വരുന്നത്. കൺട്രോളിംഗിൽ ഇൻക്ലൂഡ്സ് റിവ്യൂ ആൻഡ് മോണിറ്ററിംഗ് ആണ് വരുന്നത്. ഇവാലുവേറ്റിംഗ് ദ പ്രോഗ്രസ് അഗെയിൻസ്റ്റ് പ്ലാൻ ആൻഡ് മേക്കിംഗ് കറക്ഷൻ ഇൻ ദ എക്സ്ക്ലൂഷൻ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അപ്പൊ ഇത് മാനേജ്മെന്റിൽ അറ്റ്ലീസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കണം. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. സൂപ്പർവിഷൻ ആൻഡ് ഡെലിഗേഷൻ എപ്പോഴും വരുന്നത് ഡയറക്റ്റിംഗ് ആയിട്ടാണ് റിലേറ്റ് ചെയ്ത്. അതർ വരുന്ന ലീഡിങ്, ലീഡർഷിപ്പ് എല്ലാം വരുന്ന ഏതിലാണ്? ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Ergometry is used for the management of pre-eclampsia, PPH, eclampsia and tin transition. അപ്പൊ അറിയാം ആക്റ്റീവ് സ്റ്റേജസ് ഓഫ് തേർഡ് സ്റ്റേജസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞ് നമ്മൾ ബേബി ഡെലിവറി ആയതിനു ശേഷം പ്ലാസന്റ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ നോക്കും. അതാണ് ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജസ് ഓഫ് ലേബർ. അപ്പം WHO കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു മെഡിസിൻ ആണ് ഓക്സിറ്റോക്സിൻ ഫസ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ്, അതുപോലെ തന്നെ ഫണ്ടൽ മസാജ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അതിന്റെ ക്രൈറ്റീരിയസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ മെയിൻലി കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഓക്സിറ്റോസിൻ, എർഗോമെട്രിക് കോംപ്ലിക്കേഷൻ, മിഫിപ്രസ്റ്റോൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ടാബ്ലറ്റ്സ്. അതിന്റെ ഡോസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എയിംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ എർഗോമെട്രി നമ്മൾ PPHന്റെ ഇൻഡിക്കേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ആന്റീരിയർ ഷോൾഡർ ഡെലിവറി ചെയ്തിട്ടാണ് കോമൺലി
ആന്റിരിയർ ഡേറ്റ് ഡെലിവറി തൊട്ട് കൊടുക്കും. കാർഡിയക് ഇതൊക്കെ ഉള്ളവർക്ക് ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് ഓപ്ഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി ആണ്. എക്ലാംസിയയും സിവിയർ ഹൈപ്പർ ടെൻഷൻ വിത്ത് സീഷ്യർ വരുന്നതാണ്. ടിൻ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ടിൻ പ്രഗ്നൻസിയിൽ ഒരു പ്ലാസൻ്റ ഷെയർ ചെയ്ത് വരുന്നതാണ് ടിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫെയിലിയർ ഓഫ് foramen oval closed will lead to foramen oval ക്ലോസ് ആയില്ലെങ്കിൽ എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ്, ട്രാൻസ്ഫർട്ടേഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ആർട്ടറിയൽ സെപ്റ്റൽ ഡിഫക്ട്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്. അപ്പം foramen oval ക്ലോസ് ആയില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? രണ്ട് ഏട്രിയത്തിനിടയ്ക്ക് എന്തുണ്ടാവും? ഹോള് വീഴും. അപ്പം നമ്മൾ അതിനെ എന്താണ് പറയുന്നത്? ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് എന്നാണ് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ പേറ്റന്റ് ഫൊറാമൻ ഓവേൽ എന്നും PFO എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ ആ കണ്ടീഷനെ വിളിക്കാറുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കണം ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് വരും. അപ്പം നോർമലി റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ആണെങ്കിൽ ഇവിടെ തിരിച്ചു വരും. ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണ് ഫോം ചെയ്യുന്നത്. അതായത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് എല്ലാം കൂടെ എങ്ങോട്ട് വരും? സോറി, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് എല്ലാം കൂടെ എന്ത് വരും? റൈറ്റിലോട്ട് വരും. ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിലോട്ട് വരും. അതും കൂടെ ഏട്രിയത്തിൽ ഫില്ലാവും. അതിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എല്ലാം കൂടെ എങ്ങോട്ട് പോകും? പൾമണറി ലങ്സിലോട്ട് പോകും. അങ്ങനെ ലങ്സിലെല്ലാം കൂടെ ഹൈപ്പർ ടെൻഷൻ അടിക്കും, അല്ലെ? ഹൈ ടെൻഷൻ അടിക്കും. അങ്ങനെ ബ്ലഡിന് ഒരു പരിധിയുണ്ട് ലങ്സിൽ പോകുന്നതിന്. അപ്പം ബ്ലഡ് എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് റിട്ടേൺ അടിക്കും. റിട്ടേൺ അടിച്ചിട്ട് വീണ്ടും റൈറ്റ് ടു ലെഫ്റ്റ് ഷണ്ട് ഉണ്ടാവും. അങ്ങനെ വേറൊരു സിൻഡ്രത്തിലോട്ടൊക്കെ അത് പോകും. അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനാണ് ഏതെന്ന് പറയുന്ന ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അപ്പം കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിനെ നമ്മൾ സൈനോട്ടിക് എന്നും അസൈനോട്ടിക് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. സൈനോട്ടിക് എല്ലാം T വെച്ച് വരുന്നതും അസൈനോട്ടിക് എന്ന് പറയുമ്പോൾ T അല്ലാതെ വരുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്തൊക്കെ പോവാം. അപ്പം അതൊക്കെ ഡീറ്റെയിൽ ക്ലാസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട്. Which of the following not include in the cognitive domain of Bloom's taxonomy? Analysis, evaluation, criticism and synthesis. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയിൽ മെയിൻലി 3 ഡൊമൈൻ ആണ് വരുന്നത്, അറിഞ്ഞിരിക്കണം. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. കേട്ടോ, കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. അപ്പം കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഇവാലുവേഷൻ, സിന്തസൈസ്, അനാലിസിസ്, ആപ്ലിക്കേഷൻ, കോംപ്രിഹെൻഷൻ, നോളജ്, അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്ന. അപ്പം ഇവിടെ ക്രിറ്റിസിസം എന്നൊരു വേർഡ് എന്ത് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷനിൽ. അപ്പോൾ എഡ്യൂക്കേഷൻ ദ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ്. അപ്പം അതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്, സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ട്, അഫക്റ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്, അല്ലേ? അങ്ങനെയാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത്. അപ്പം ഇതിൽ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ അറിയണം, എഡ്യൂക്കേഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ആ സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ അറിയണം, സിന്തസൈസ് ചെയ്യാൻ അറിയണം, ആപ്ലിക്കേഷൻ, കോംപ്രിഹെൻഷൻ, നോളജ്. അപ്പം അത്രയും ഇതിൽ കിട്ടും. പക്ഷേ ക്രിറ്റിസിസം അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് നോക്കണം, കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ കോഡ് ഇട്ടൊക്കെയാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത്. അപ്പം അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡയലേഷൻ ഓഫ് പീപ്പിൾ, ഓപ്ഷൻ ബി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്, ഓപ്ഷൻ സി ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, ഓപ്ഷൻ ഡി ട്രക്കികാർഡിയ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് ആക്ഷൻസ് അറിഞ്ഞിരിക്കണം. പക്ഷെ അത് പഠിക്കാൻ നമ്മളെ ബോഡി പാർട്ട് അപ്പർ ടു ലോവർ വെച്ച് ആ ലെവലിൽ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കണ്ണിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ കൺസ്ട്രിക്ഷൻ ചെയ്യുന്ന പാരാസിന്തറ്റിക്കിലും ഡൈലേറ്റ് ചെയ്യുന്നത് എന്തുവാണ്? സിമ്പത്തറ്റിക്കുമാണ്. ഇതൊക്കെ കോഡ് ഇട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഹാർട്ടിന്റെ റേറ്റ് സ്ലോ ആക്കുന്ന പാരാസിമ്പത്തറ്റിക്കും ഇൻക്രീസ് ഹാർട്ട് റേറ്റ് ഉണ്ടാക്കുന്ന സിമ്പത്തറ്റിക്കും ആണെന്ന് ഓർക്കുക. പിന്നെ എയർവേ കൺസ്ട്രിക്ഷൻ നടത്തുന്നത് പാരാസിമ്പത്തറ്റിക്കും എയർവേ ഡൈലേറ്റ് ചെയ്യുന്നത് ഏതാണ്? സിമ്പത്തറ്റിക് നെർവാണ്. അതുപോലെ തന്നെ ബൈൽ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ലിവർ ആണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് ലിവറിലാക്കുന്നത് ആരാണ്? സിമ്പത്തറ്റിക് സെല്ലാണ്. സെറ്റ് ഗ്ലാൻഡ് ഏറ്റവും കൂടുതൽ സ്റ്റിമുലന്റ് ആവുന്നത് സിമ്പത്തറ്റിക്കിലാണ്. അപ്പോൾ ഇതിൽ സെറ്റ് ഗ്ലാൻഡ് റിലേറ്റഡ് ഒന്നുമില്ല. പിന്നെ ബ്ലഡ് വെസൽസ് അറിഞ്ഞിരിക്കണം. ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന പാരാസിമ്പത്തറ്റിക്കിലാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഇൻക്രീസ് ആക്ടിവിറ്റി വരുന്ന പാരയിലും ഡിക്രീസ് ആക്ടിവിറ്റി വരുന്നത് സിമ്പത്തറ്റിക് ആണെന്ന് അറിയണം. അതുപോലെ യൂട്രസ് റിലാക്സേഷനും യൂട്രൽ കൺട്രാക്ഷൻ വരുന്നത് സിമ്പത്തറ്റിക് ആണ്. അങ്ങനെ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഡിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇത് അതുപോലൊക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മറക്കും. അപ്പോൾ കണ്ണ് അങ്ങനെ ആ രീതി നമ്മൾ ബോഡി പാർട്ട് വെച്ച് കോഡിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻ ഉള്ളൂ.
ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടണം. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോ പ്രോബ്ലം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇൻ ദ ടെലഗ്രാം ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കും. അവിടെ നിങ്ങൾക്ക് സേവ് ആയി കിടക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ആവശ്യമുണ്ട് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ അത് നിങ്ങളുടെ ഫോണിൽ ഡേറ്റ സേവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് കാണും. ഫേസ്ബുക്കിൽ പേജിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കും. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഐ ആം സൈനിങ് ഔട്ട്.